ചിങ്കാരിയാട് പഞ്ചാരയാട് ആട് 3 എന്താ സിനിമനെ കുറിച്ച് ഞാൻ പറയാ. അതായത് ഞാൻ ഇന്നലെ രാത്രി സെക്കൻഡ് ഷോക്ക് പോയി കണ്ടു. 11 മണിൻ്റെ ഷോ ആയിരുന്നു. 2 മണിക്ക് പടം കഴിഞ്ഞു. എന്നിട്ട് വന്ന് കിടന്ന് ഇപ്പം എണീക്കണം. അപ്പോൾ ആ ഉറക്കക്ഷീണം ചിലപ്പോൾ മുഖത്തുണ്ടാവും കേട്ടോ. പക്ഷേ എനിക്ക് റിവ്യൂ ഇപ്പം തന്നെ ഇടണം എന്നുള്ള സംഗതി ഞാൻ എന്തതിന് പറയാം. അതായത് ഇവർ കുറേ ഹ്യൂജ് ഹൈപ്പ് തന്നു പടത്തിൻ്റെ ആൾക്കാരനെ. ലൈക്ക് ആട് 3 അങ്ങനെ ഇങ്ങനെ അതാണ് ഇതാണ് മറ്റാണ് മറിച്ചാണ് ലൈക്ക് അങ്ങനെ കുറേ ഒരു കിടിലൻ ആ യൂണിവേഴ്സൽ ആ ലെവലിലേക്ക് പോകുമെന്ന് പറഞ്ഞ്. പക്ഷേ ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആണ്, ടു ബി ഹോണസ്റ്റ്. എന്താ എനിക്ക് മനസ്സിലായില്ല. എന്തൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മളെ മലപ്പുറം ഭാഷയിൽ ചൊല്ലുണ്ട്, ചക്കിൻ ചോറും കുഴച്ച മാതിരി. എല്ലാം കൂടി ഇങ്ങോട്ട് കൂട്ടി ഇങ്ങനെ കുഴച്ച് വെച്ച മാതിരിയാണ് എനിക്ക് ഫീൽ. ഈ റിവ്യൂ പൂർണ്ണമായും റിവ്യൂ അല്ല, എൻ്റെ ഒപ്പീനിയനാണിത്. ഓക്കെ, ഞാൻ കണ്ടിട്ട് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇതിൽ തെറ്റുകളുണ്ടാവും, ശരികളുണ്ടാവാം. ഓക്കെ, ഇത് പൂർണ്ണമായിട്ടും എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് വരുന്ന സംഗതിയാണ്. എനിക്ക് വേണമെങ്കിൽ എടുക്കണ്ട. ഓക്കെ, ഡിസ്ക്ലെയിമർ തന്നാണ്. അതായത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ സിനിമയിൽ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ആട് 1-ൻ്റെയും ആട് 2-ൻ്റെയും ഒരുപാട് സംഗതികൾ ലൈക്ക് ഒരു റിപ്പീറ്റേഷൻ ഉണ്ട്. ഓക്കെ, അതാണ് കറക്റ്റ് വേർഡ്, റിപ്പീറ്റേഷൻ ഉണ്ട്. സിംപ്ലി സേയിങ് ഈ ഇതിൻ്റെ ഫസ്റ്റ് സിനിമേൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് തന്നെ ആട് 1-ല 2-ല 1-ത്തെ പോലെ തന്നെ. അതായത് ഇങ്ങനെ വരുന്നു, രക്ഷിക്കുന്നു, അതാക്കുന്നു, ഇതാക്കുന്നു, ആ പാപ്പം വരുന്നുണ്ട്. ലൈക്ക് ഇതൊക്കെ നമ്മൾ ആട് 1-ലും 2-ലും കണ്ട സാധനമാണ്. പിന്നെ എന്തിനെ പോലെ സെയിം സാധനം തന്നെ ആട് 3-ലും കൊടുക്കുന്നത്. അതായത് ഒരാൾക്ക് ഇനി ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. അതായത് ആട് 1-ലും 2-ലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവരെ ഇനിയിപ്പോൾ അറക്കലബു ആയിക്കോട്ടെ, ഷാജി പാപ്പനായിക്കോട്ടെ, ലോലൻ ആയിക്കോട്ടെ, സർബത്ത് ഷമീർ ആയിക്കോട്ടെ, മറ്റേ ക്യാപ്റ്റൻ ഗ്ലീറ്റസ് ആയിക്കോട്ടെ, ഇവരെല്ലാം നമുക്കറിയാം. ഇനി എന്നാലും ഓരോരോ ക്യാരക്ടേഴ്സാണ്. പക്ഷെ എന്നാൽ പോലും പഴയ പോലത്തെ ആ ഇൻട്രോ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ മ്യൂസിക്കോ BGM അല്ലിട്ടാ പറയണത്, ആ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവില്ലേ, അതും പഴയ പോലെ ക്ലീശയിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു. ഓക്കെ, കാരണം കറക്റ്റ് റിപ്പീറ്റേഷൻ പോലെയാണ് ഫീൽ ചെയ്തത്. ഓക്കെ, അതേപോലെ തന്നെ ലൈക്ക് ഡയലോഗ് ഡെലിവറിയും ലൈക്ക് ഡയലോഗിലും യൂസ് ചെയ്ത ലൈക്ക് ആ സീന് മാത്രമല്ല, ഇവർ സംസാരിക്കുന്ന വേ. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇതേ വേല തന്നെ ഞാൻ ഇനി അടുത്ത വ്ളോഗിലും പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. അതായത് ഡയലോഗിൻ്റെ ആ ഒരു മോഡുലേഷനും ഡയലോഗ് ഡെലിവറിയും എല്ലാം 1-ലും 2-ലുള്ള പോലെ തന്നെ ഒരു പല സ്ഥലത്ത്. ഇത് ടൈം ട്രാവൽ മൂവി ആണല്ലോ. അപ്പോൾ ടൈം ട്രാവൽ മൂവി തന്നെ ലൈക്ക് പ്രസൻറ്റ് ലൈഫിൽ പഴയ ഡയലോഗ്സ് കാര്യങ്ങൾ അതേപോലെ തന്നെ ഇങ്ങോട്ട് വെച്ചേക്കണം. അതേപോലെ ഇല്ലെങ്കിലും സാമ്യമാവുന്ന രീതിയിൽ അതേപോലെ വെച്ച് അതൊക്കെ ഭയങ്കര ഒരു ബോറിങ് അനോയിങ് ആയി തോന്നി. കാരണം നമ്മളിങ്ങനെ ഇരിക്കും, ഇതിപ്പോൾ ആട് 1-ൽ കണ്ടതല്ലേ, ഇതിപ്പോൾ ആട് 2-ൽ കണ്ട, അതുകൊണ്ട് തന്നെ ആ ചിരി വരുന്നില്ല. ഇതൊരു ഫൺ എൻ്റർടൈനർ പടമാണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ആ ചിരി വരുന്നില്ല. നമ്മളിതിങ്ങനെ കാണുമ്പോൾ തന്നെ ഇത് കണ്ടതല്ലേ, ഇപ്പം എന്താ ആ ഒരു ഫീലാണ് വരുന്നത്. ഓക്കെ, ഇനി വേറെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ടൈം ട്രാവൽ ചെയ്തിട്ട് ആ ഒരു ഇതുണ്ട്. പിന്നെ പാസ്റ്റ് സ്റ്റോറി പറയുന്ന സംഗതി ഉണ്ട്, അതൊക്കെ രസമുണ്ട്. ലൈക്ക് ടൈം ട്രാവൽ ചെയ്ത് കണ്ട് പാസ്റ്റിൻ്റെ അത് ഷൂട്ട് സിനിമാറ്റോഗ്രാഫി ഒരു രക്ഷയില്ല മോനെ. ലൈക്ക് ഷൂട്ട് ചെയ്ത വേ, ലൈക്ക് ആ ക്യാമറ മറ്റേത് മറിച്ച് അങ്ങനത്തെ എല്ലാം എനിക്ക് ടെക്നിക്സ് പരമായിട്ട് പറയാൻ അറിയില്ല. പക്ഷെ എന്നാൽ പോലും അത് രക്ഷയില്ല. പക്ഷേ പാസ്റ്റിൽ ഷൂട്ട് ചെയ്ത സംഗതി എല്ലാം കാണാൻ നല്ല വൃത്തിക്ക് എടുത്ത് വെച്ചിരിക്കണം. പക്ഷെ ആ പാസ്റ്റ് ഒരുപാട് ലെങ്ത് ആയി പോയോ എന്നൊരു ഡൗട്ട്. അത്ര ഒന്നും ഇപ്പോൾ പാസ്റ്റിനെ കുറിച്ച് ഇത് പറയണം. കാരണം പാസ്റ്റ് പറഞ്ഞാലേ മൂവി മുന്നോട്ട് പോവുള്ളൂ, അത് വേറെ കേസ്. പക്ഷെ എന്നാലും പാസ്റ്റ് പിന്നെയും ഇത് അങ്ങനെ ഒരു ജഗപൊക ആയത്. പാസ്റ്റ് ഉണ്ട്, പ്രസന്റ് ഉണ്ട്, ഫ്യൂച്ചർ ഉണ്ട്. ഈ 3 സംഗതികളുമാണ് അതിൽ അവതരിപ്പിക്കുന്നത്. അതിൽ പാസ്റ്റ് കുറേ വന്ന പോലെ എനിക്കൊരു ഫീൽ വന്നു. അപ്പോൾ നമുക്കൊരു എന്താ അത് എന്നുള്ള സാധനമാണ് വരുന്നത്. ഓക്കെ, പക്ഷേ എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് ഹാഫ് ഭയങ്കര എനിക്കൊന്നും ഇതിൽ പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്തില്ല. ചിരികൾ ഒന്നും, കോമഡി ഒന്നും വർക്കൗട്ട് ആവുന്നില്ല എന്നെ സംബന്ധിച്ചിട്ടോ. എന്നാൽ അതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കണ ചേച്ചിയുണ്ട്, എൻ്റെ പൊന്നടാവേ, അതിനെ എന്താ പറയുക, അതിനൊന്നും തോണ്ടേണ്ട ആവശ്യം, ഇക്കിളിയാക്കേണ്ട ആവശ്യം പോയില്ല. ധർമ്മജനൊന്നും ഇങ്ങനെ നിന്നാൽ തന്നെ ചിരിക്കുക, മറ്റേ ജയസൂര്യ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അത് ചിരിക്കുക. ഈ പെണ്ണിൻ്റെ ചിരി കൊണ്ട് എനിക്ക് ചിരിക്കാൻ വെക്കണില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. അതായത് കോമഡി സ്റ്റാർട്ടിങ് വരുമ്പോൾ തന്നെ ഈ പെണ്ണ് അതിൻ്റെ ഹസ്ബൻഡിനെ ഇങ്ങനെ തോണ്ടിക്കാണ്ട് ചിരിക്കുക. അത് പിന്നെ എനിക്ക് ആ ഫണ്ണ് മൊത്തം ഈ ചേച്ചി കൊണ്ടുപോവാണ്. ചേച്ചിയല്ല, ഒരു സ്ത്രീ കൊണ്ടുപോവാണ്. അപ്പോൾ പിന്നെ എനിക്ക് ചിരിക്കാൻ വെക്കണില്ല. ഈ പെണ്ണാണെങ്കിൽ അതിനൊക്കെ 100% ഇഷ്ടമായിട്ടുണ്ടാവും പടം. ലൈക്ക് അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇരുന്ന് ഞാൻ എന്താ അത് ലൈക്ക് ചിരികളൊന്നും, ഞാൻ ഇപ്പോൾ ചിരി വരുമ്പോൾ തന്നെ അങ്ങനെ ഭയങ്കര ഡിസപ്പോയിൻറ്റിങ്. ഓക്കെ, ചിരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള സാധനം.
പക്ഷെ സെക്കൻഡ് ഹാഫിൽ മാഷാല്ല അല്ലോ സോറി പടത്തിന് മാഷാല്ല. സെക്കൻഡ് ഹാഫിൽ പടം വേറെ തന്നെ ഒരു ഇങ്ങനെ പോണത്. ഓക്കെ, ഫസ്റ്റ് ഹാഫ് ഇങ്ങനെയാണെങ്കിലും സെക്കൻഡ് ഹാഫ് ഇങ്ങനെ പോണത്. സെക്കൻഡ് ഹാഫിലും എല്ലാം അടിപൊളി ഞാൻ പറഞ്ഞില്ല. സെക്കൻഡ് ഹാഫിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് ഒരു അരമണിക്കൂർ ഒരു 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 ചേസിങ് സീൻ ഉണ്ട്, സംഗതി ചേസിങ് സാധനം ഉണ്ട്. ചേസിങ് അല്ല, എല്ലാവരും കൂടി അതിൻ്റെ പിന്നാലെ പോകുന്ന ഒരു സംഗതി ഉണ്ട്. സെക്കൻഡ് ഹാഫിൽ എനിക്ക് അതാണ് ഇഷ്ടമായത്. ലൈക്ക് ആ ഒരു സംഗതി എല്ലാവരും ലൈക്ക് എല്ലാം അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടമായി. പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോൾ ഇങ്ങനെ പോയി. പക്ഷേ എൻഡിങ് ഇല്ല എന്ന് ചിലർ പറയുന്നുണ്ട്. ഇത് അങ്ങനെയാണ് വെക്കാൻ പറ്റുള്ളൂ. കാരണം ആട് 3 തന്നെ പാർട്ട് 1ഉം പാർട്ട് 2 ഇറക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇതിന് എൻഡിങ് അങ്ങനെ വെക്കാൻ പറ്റത്തുള്ളൂ. എന്നാലാണ് ഇത് കഥ നിന്നിട്ടില്ല, എന്നാലും ഇതിൻ്റെ പാർട്ട് 2ക്ക് ആളുകൾ ലൈക്ക് എന്താന്നുള്ള സാധനത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത് എൻഡിങ് ഇല്ല എന്ന് പറഞ്ഞതിൽ കഥ ഇല്ല. ഓക്കെ, അപ്പോൾ അതങ്ങനെ വെക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഓവറോൾ നോക്കുമ്പോൾ പടം എനിക്കൊരു ഓക്കെ ഫീലാണ്. ഓക്കെ, ഞാൻ ആട് 1ഉം 2ഉം കണ്ട ആൾ ആട് 2 തിയേറ്ററിൽ പോയിക്കണോ എൻ്റെ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ 1ഉം 2ഉം കണ്ട ആളാണ്. പക്ഷേ 3 എന്നെ സംബന്ധിച്ച് ഭയങ്കര ഡിസപ്പോയിൻറ്റിങ് ആയി. ഞാൻ കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്ത്, കുറച്ചുകൂടെ ഫൺ എലമെൻറ്റ്സ് എക്സ്പെക്ട് ചെയ്ത്. ഇവർക്ക് കുറച്ചുകൂടി ഫ്രഷ് ഫണ്ണ് കൊണ്ടുവരാമായിരുന്നു. പഴയ സാധനം തന്നെ അവിടുന്ന് എടുത്ത് കുറച്ച് അവിടെയും ഇവിടെയൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നതാണ് നല്ലത്. ഫ്രഷ് ഫണ്ണ് പറയുമ്പോൾ വർക്കൗട്ട് ആവുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലൊക്കെ പുതിയ ലൈക്ക് നമ്മൾ 1ഉം 2ഉം കേൾക്കാത്തൊരു പുതിയ ഫ്രഷ് സാധനമാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് വർക്കൗട്ട് ആവും. അത് ചിരിക്കുന്നുണ്ട്, അവിടെയും ചിരിക്കാൻ പറ്റുന്നുണ്ട്, അങ്ങനെ സംഗതി. പക്ഷെ അഭിനയം ലൈക്ക് എല്ലാവരും മുമ്പ് പറയുന്നുണ്ട് ഫുക്രുവിന് ശരിക്കുള്ള പേരെന്താ, കൃഷ്ണാനന്ദോ എനിക്കറിയില്ല. ഫുക്രു ഭയങ്കര എന്തിനു ഫുക്രുവിനോടെ കൊടുക്കുന്നത്, ഫുക്രുവിൻ്റെ ആവശ്യം എന്താ. പക്ഷേ ഫുക്രു ഉള്ളത് കൊണ്ടാണ് 1-2 സ്ഥലത്ത് ഞാൻ ചിരിച്ചത്. ഹോണസ്റ്റ്ലി ഫുക്രു ഉള്ളതുകൊണ്ടും ഈ പറഞ്ഞ പോലെ ലൈക്ക് അവൻ്റെ ഒരു കോമഡി ഒരു സ്പോണ്ടേനിയസ് പെട്ടെന്നുള്ള കോമഡിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത്. അവനവിടെ വെച്ചിട്ട് വലിയ സീനൊന്നുമില്ല, നല്ല വൃത്തിക്കാൻ. ആ ഒരു അഭിനയത്തിൻ്റെ ഇതിലൊന്നും അങ്ങനെ വിഷയമുള്ള കേസൊന്നുമില്ല. കാസ്റ്റിംഗ് എല്ലാം അടിപൊളിയാണ്. കാസ്റ്റിംഗ് പിന്നെ നമുക്ക് ഓൾറെഡി അറിയാലോ. പക്ഷെ അഭിനയത്തിൻ്റെ സീനൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ കണ്ട ഒരു കാഴ്ചയാണ് പറയണത്. ഞാൻ പോയ തിയേറ്ററിൽ ഞാൻ ഇൻ്റർവെല്ലിന് വെള്ളം വാങ്ങാൻ പോയപ്പോഴും പടം കഴിഞ്ഞിട്ട് ഇറങ്ങി ചെന്നപ്പോഴും ഉദാഹരണം ആ തിയേറ്ററിൽ 10 ആളുണ്ടെന്ന് വിചാരിക്കുക. ഈ 10 ആളുകളിൽ പകുതി ആളുകളില്ല, 4 ആളുകളും ഉറങ്ങുകയാണ്. മനസ്സിലായോ? അതായത് 4 ആളുകൾ ഉറങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാം. ഇനിയിപ്പോൾ ഓരോ പ്രശ്നമാണോ പടത്തിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പോയ തിയേറ്ററിൽ ഞാൻ കണ്ട അനുഭവമാണ്. 10 ആളുണ്ടെങ്കിൽ അതിലൊരു 4 ആൾ ഉറങ്ങുകയാണ്. ഓക്കെ, അതെന്താ സംഗതി എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ഉറക്കൊന്നും വന്നില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ബോറടിച്ചത്. എന്താ അതിങ്ങനെ കുറച്ചുകൂടി ഒന്ന് ഫണ്ണ് വരട്ടെ, എന്താ അത് ആ സാധനമാണ് എനിക്ക് വരുന്നത്. ഫസ്റ്റ് ഹാഫ് വരെ. സെക്കൻഡ് ഹാഫിൽ ഒരു അരമണിക്കൂറാണ് ഞാൻ ജില്ലായത്. ഓക്കെ, എനിവേ ഇതാണ് എൻ്റെ ആട് 3 റിവ്യൂ. ഓക്കെ, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഞാനൊരു റിവ്യൂവർ അല്ല. ഇതാണ് എൻ്റെ ഒപ്പീനിയൻ. ഓക്കെ, ഞാൻ കണ്ട് എനിക്ക് തോന്നിയ സംഗതികളാണ് പറയുന്നത്. ഇതിൻ്റെ ടെക്നിക്കൽ പരമായിട്ടും ഇതൊന്നും എനിക്ക് അങ്ങനെ പറയാനില്ല. എനിക്ക് ഫീൽ ചെയ്തതും ആ തിയേറ്ററിൽ നടന്ന സംഗതികളുമാണ് ഞങ്ങളോട് അവതരിപ്പിക്കുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ പോയി കാണാം. എന്തായാലും പടം കാണണം കേട്ടോ. പടങ്ങൾ എന്തായാലും നിങ്ങൾ കാണണം. ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒപ്പീനിയൻ കണ്ടിട്ട് നിങ്ങൾ കാണാതിരിക്കരുത്. കാരണം ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. ഒരു റീല് ഷൂട്ട് ചെയ്യാൻ തന്നെ ഞാൻ എത്രത്തോളം കഷ്ടപ്പെടുന്നത് എനിക്കറിയാം. അപ്പോൾ ഒരു സിനിമകൾ ആലോചിക്കണം. ഓക്കെ, അടുത്ത എന്തായാലും നിങ്ങൾ പോയി കാണണം. മൊബൈലിലോ ലൈക്ക് കമ്പ്യൂട്ടറിലോ കാണുന്ന പോരല്ല. ആ ഒരു വിഷ്വൽ ബ്യൂട്ടി നിങ്ങൾ എന്തായാലും നല്ല രസമുണ്ട്. മൊത്തത്തിൽ എടുത്തു വെച്ച് നല്ല രസമുണ്ട്. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം. പിന്നെ എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് എടുക്കാതിരിക്കാം. ഇതിൻ്റെ ചാനലായതുകൊണ്ട് ഞാൻ കണ്ട സംഗതി ഇവിടെ വന്ന് പറയണമെന്നുള്ളൂ. എനിവേ ഇതിൻ്റെ പാർട്ട് 2 ഇതിലും ഭംഗിയാവട്ടെ എന്ന് ഞാൻ ഇതിൻ്റെ ക്രൂ മെമ്പേഴ്സ് ആൻഡ് ഇതിൻ്റെ പിന്നിലുള്ളവർക്ക് ആശംസിക്കുന്നു. ഉഷാറാക്കി നിങ്ങൾ സെയിം ഫണ്ണും കാര്യങ്ങളും ഇവിടെ കൊണ്ടുവന്നിട്ടില്ലേ. നമ്മളതൊക്കെ കേട്ട് ചിരിച്ചതാണ്. ഓക്കെ, പിന്നെ ഇക്കിളിയൊക്കെ ചിരി വരില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എനിവേ ഇതാണ് ആട് 3 മൂവിൻ്റെ എൻ്റെ അഭിപ്രായം, മൈ ഒപ്പീനിയൻ. ഓക്കെ, താങ്ക് യു. ഇനി അടുത്തൊരു മൂവി ഒപ്പീനിയൻ അല്ലെങ്കിൽ റിവ്യൂ എന്നുള്ള സംഗതിയിൽ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.